നമ്മളെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഞാൻ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ് ചുപ്പിക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡെലിവറി ഉണ്ട്. പിന്നെ ഒന്ന് സമയം കിട്ടി നമ്മൾ സ്റ്റുഡിയോയിൽ കയറണം എന്നുള്ള പ്ലാൻ ഉണ്ട്. എനിക്കെന്താ കാക്ക് തന്നെ പറ്റിച്ചു. ഞാൻ കണ്ണൂർ ഒരു ഡെലിവറി ഉണ്ട്, ആദ്യം പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് ഇപ്പം ഇറങ്ങണം കണ്ണൂരേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ ജസ്റ്റ് ഒന്ന് മുഴപ്പിലങ്ങാട് ബീച്ച് പോയിട്ട് ഒന്ന് ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങാം എന്നുള്ളതിലുള്ള 7 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ 7:15 ഇവൻക്കില്ലേ രാവിലെ എണീറ്റിട്ട് തന്നെ ബ്ലൂ മാച്ച് ആക്കണം. ഉറക്കുന്നു വിളിച്ചിട്ട് ബ്ലൂ മാച്ച് ആക്കണം. നമ്മളിതാ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. സാധാരണ കഴിഞ്ഞ ലാസ്റ്റ് ടൈം 2 ടൈംസ് പോയപ്പോ ഇവിടെ കൂടാ അസ്ലാനും സൈഫും അസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരില്ല. എന്താ വെച്ചാൽ അവർ പപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാൻ പോലും കിട്ടൂല എന്ന് പറയുന്നില്ല. അവർ ഇന്നലെ വയനാട് പോയി, ഇല്ലെങ്കിൽ അവരും കൂടി ഉണ്ടായിരുന്നു. അവരുണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ്. കാരണം ബോളൊക്കെ എടുത്ത് ഫുൾ കളിക്കാനുള്ള പ്ലാനിലാ വരാം. തിരിച്ചു പോകണമെന്നുള്ള ഒരു ഇതേ ഉണ്ടാവില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് അവർ ഫുൾ സൺഡേസിൽ വന്നതിന് മോർണിംഗിന് ഓൾമോസ്റ്റ് ഈ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഫുള്ളായിട്ട് കളിക്കുന്നുണ്ടാവും. വെബിലങ്ങാട് വാക്ക് വേ വന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് നടക്കാനെല്ലാം ആദ്യം ബീച്ചിന്റെ സൈഡിൽ മാത്രമല്ല. സൺഡേസില് വേറെ എന്തൊക്കെയോ പരിപാടി ഉള്ളത്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട്. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോ നേവിയിലെ ടീംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് തന്നെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഞാൻ കട്ടൻ്റെ ആളാണ്, ഇക്കൊക്കെ പാൽ ചായൻ്റെ ആളാണ്. അപ്പം നമ്മളൊരു ചായയും അങ്ങനെ വാങ്ങി. പിന്നെ ചൂടോടെ പഴംപൊരി ഉണ്ടായിരുന്നു, അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കിട്ടി. പിന്നെ പതിയെ നമ്മളൊന്ന് നടത്താൻ തുടങ്ങി. ഒരു ഹാഫ് ആൻ അവർ, ഓരോ മൂഡ് പോലെ ചിലപ്പോൾ ഹാഫ് ആൻ അവർ 1 അവർ അങ്ങനെ നടക്കും. ഇന്ന് കുറച്ച് പിന്നെ ആൾ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ മോർണിംഗ് വാക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകണം കേട്ടോ. ചുപ്പി വാഷ്റൂമിലുള്ള. അപ്പോൾ ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ് ചുപ്പിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഓളയും കൂട്ടിയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളതിലാണ് ആക്കുന്നത്. പക്ഷേ കമ്പ്ര എന്ന് പറഞ്ഞ തലശ്ശേരിയിലുള്ള ഒരു കഫേയിൽ ഞാൻ വിളിച്ചിട്ട് മൊത്തം സെറ്റാക്കിന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾ അറിയാണ്ട് ഒരു സർപ്രൈസ് കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കിയുള്ള വീഡിയോ എന്താവും. വാ. അത് നമ്മൾ മോർണിംഗ് വാക്കിങ് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് ഇപ്പൊ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. റെസ്റ്റ് എടുത്തതോള് ഞാൻ ഫുൾ കഷ്ടപ്പെട്ട് വണ്ടി കയറുക. ഞായറാഴ്ച മാത്രം കയറുള്ളൂ. വണ്ടി മൊത്തം കയറി. രണ്ടാമത് 2 കാര്യങ്ങളിലാണ്. ഈവനിങ് കല്യാണത്തിന് പോകണം. ഇവക്കൊരു ഡെലിവറി ഉണ്ട്. പിന്നെ ഒന്ന് സമയം കിട്ടി നിങ്ങൾ സ്റ്റുഡിയോയിൽ കയറണം എന്നുള്ള പ്ലാൻ ഉണ്ട്. എനിക്കല്ല കാക്ക്. അപ്പൊ പിന്നെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് തന്നെ കണ്ണൂര് പോവാ. ഫാമിലീസ് എല്ലാവരും ഉള്ളതാ കല്യാണം. ഉമ്മാവും സുനിയും ജെനും എല്ലാവരും ഉണ്ടാവും. ജെനുന്റെ എച്ചന്റെ റിലേറ്റീവിന്റെയാണ്. അപ്പോൾ അവര് കണ്ണൂർ എത്തുമ്പോഴേക്കും നമ്മളെ കണ്ണൂരുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അവരായിട്ടൊന്ന് ജോയിൻ ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പൊ ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് തന്നെ നമുക്ക് പോവാം. നിങ്ങളെ അഭിപ്രായം പറ. എന്നോട് ചോദിക്കും, നീ കണ്ണട വെച്ചിട്ടാണോ എനിക്ക് ലുക്ക്, കണ്ണട വെക്കാതെയാണോ ലുക്ക്? അതല്ല, ഈ ബ്ലോക്കിൽ പെട്ടത് നോക്കിയാൽ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മര്യാദക്ക് പോകുന്നതിന്റെ ഇടയില് നമുക്ക് ഇവിടെ കമ്പനി കയറി ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് ഐസ്ക്രീം കഴിച്ചിട്ട് കണ്ണൂരെത്തിയിട്ട് ഫുഡ് ടേക്കാൻ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഫുൾ റോഡ് പണിയെടുക്കുന്നത് നല്ല ബ്ലോക്ക്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അന്വേഷിക്കുന്നത് ഈ പാർക്കിംഗ് കിട്ടാതിരിക്കോ? ഇല്ല, പാർക്കിംഗ് ഇല്ല. അവിടെ പറ്റുമോ? അവിടെ
ഷോപ്പ് ഓപ്പൺ കാറിന്റെ ബാക്കിൽ നല്ലൊരു രസമുണ്ടായി. അതുകൊണ്ട് എടുക്കുന്നോ ഞാൻ ഒറ്റടുത്ത് ചോദിച്ചോട് ഇതെന്താ സംഭവം എന്നറിയോ? ഓളെന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ സംഭവം. അപ്പോ ഞാൻ ഓള് അറിയാണ്ട് ഓർഡർ ചെയ്തതാണ്. ഓക്കെ, അതാണ് ഈ സംഭവം. ഓള് ക്രാഫ്റ്ററാണ്. അടിപൊളിയല്ലേ? കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ? തപ്പിക്കല്ലേ മോളെ? കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ പോയിട്ട് പറിച്ചു ചെയ്യുന്നു. ഓള് എനിക്ക് പറഞ്ഞുതരും ഇത് ഇങ്ങനെയാ ചെയ്യണ്ട അങ്ങനെയാ ചെയ്യണ്ടത്. ഓള് പറഞ്ഞു ക്ലോസ് ആക്കട്ടെ, നമ്മൾ ക്ലോസ് ആക്കണ്ട, ഓപ്പൺ ആക്കിട്ട് തന്നെ കൊടുത്താൽ മതി. ഓള് പറഞ്ഞു ലണ്ടനിലെ ഏതോ കസ്റ്റമറാ, ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ അഡീഷണൽ. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ പേഴ്സണലി സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. കടന്നുറങ്ങാ പോലെ രാവിലെ കണ്ണൂരൊക്കെ വലിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം വിചാരിച്ചത് കണ്ണൂർ ഇനി ഡെലിവറി പറഞ്ഞ സമയത്ത് സാറ്റർഡേ ഓർ സൺഡേ ഏത് ദിവസം വേണമെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ
ഇതേ സൺഡേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോക്ക് തോന്നും. 12-ാം തീയതിയാണ് നമ്മൾ ആനിവേഴ്സറി. അതിന് കണക്കായിട്ട് വന്നില്ലേ, ഞാൻ 10-ാം തീയതി ആനിവേഴ്സറി പറഞ്ഞു. ഞാൻ കണ്ണൂർ ഒരു ഡെലിവറി ഉണ്ട്, ആദ്യം പിന്നെ നമ്മള് സ്റ്റുഡിയോയിൽ പോകും, അങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് ഇപ്പറങ്ങണം കണ്ണൂരേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയതാ. കണ്ണൂര് കസ്റ്റമർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവര് രണ്ടാളും കൂടിയതേ, ഇവനും രണ്ടാളും കൂടി എന്നെ പറ്റിച്ചതാ. പിന്നെ ഏതായാലും കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ, വരാന്നറിയില്ലേ. പുതിയതാ. ഇതാണ് നമ്മളെ കുഞ്ഞനുജൻ. അത്ര കുഞ്ഞല്ല എന്നാലും ആകെയുള്ള കുഞ്ഞനുജൻ. ഇവനും കൂടിയാ പറ്റിച്ചിട്ട് പോയത്. ഞാൻ ശരിക്കും അവിടെ എത്തിയിട്ട് ഇവനെ കാണുമ്പോൾ ഞാൻ വിളിക്കുന്നത് ഇവൻ എന്താ ഇവിടെ. പിന്നെയാണ് എനിക്ക് കണക്ഷൻ കത്തിയത്. നമ്മളിനി എന്തായാലും കണ്ണൂർക്ക് പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ബേബി ബീച്ചിൽ പോവാം. ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ നമ്മള് ഹനാന്റെ ഇത് വന്നത് ഇല്ല, അടിച്ചു മാറ്റിയവര് ഉണ്ട്. പരനാട്ടിലെ ഇതെന്താണ് സംഭവം? അത് മാറ്റൂലേ? ബേബി ബീച്ചിൻ്റെ അടുത്തുള്ള ഈ ഒരു കഫേ മെയിനായിട്ട് നൈസ് വ്യൂ ആണ് കേട്ടോ ഈവനിങ് ടൈമിൽ ഇരിക്കാൻ. അതുമാത്രമല്ല ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂപ്പൺ എടുത്തിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. പെർ പേഴ്സൺ 100. നമ്മളെന്തെങ്കിലും ഫുഡ് ഇത് കോഫി കുടിക്കുകയാണെങ്കിൽ അവർ ആ ഒരു എമൗണ്ട് നമുക്കതിൽ റെഡ്യൂസ് ചെയ്ത് തരും. അതിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പെർ പേഴ്സൺ 100 വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു 300ൻ്റെ കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു തീരുമാനത്തിലെത്തി രാത്രി കല്യാണത്തിന് പോകണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ച് അവരവിടുന്ന് തലശ്ശേരിയിൽ നിന്നിട്ട് കണ്ണൂരെത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അതുവരെ ഇവിടെ കണ്ണൂരിൽ തന്നെ ഒന്ന് സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തിരിച്ചു വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ പിന്നെ നമ്മൾ അധിക ടൈം സ്പെൻഡ് ആക്കിയില്ല. എല്ലാവരും അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയേനെ, കാരണം നല്ല ടയർഡായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ സാക്ഷി നമ്മളെ കാറിലാണ് കയറി. പിന്നെ സാക്ഷി കയറിക്കുന്ന പാട്ട് അതാവുമ്പോൾ പറയുന്ന പാട്ടിൻ്റെ പ്ലേ ആക്കുകയും വേണം. അങ്ങനെ വീട്ടിലെല്ലാവരും എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 11-11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വേഗം കിടക്കാൻ ഫ്രഷ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് കയറുമ്പോഴേക്കാണ് ഇവരുടെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും സുനിയും കൂടി അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്.
വാലൻസൈന് അപ്പുറം ഇരിക്കേ ജനു അടുത്ത് മാറേ കുഞ്ഞു കുട്ടികൾ ആരും കൈമുട്ടുന്നില്ല, ഒരു ഒച്ചയാക്കുന്നില്ല. എത്ര കേക്ക് ഇന്ന് 3 കേക്ക് കുടിച്ചു. അങ്ങനെ ടോട്ടല് 3. ഇന്ന് 2 കഴിച്ചു. ഇപ്പൊ നെൽത്ത് കൂടെ കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ അസമാറ്. ഹാപ്പി അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹസ്ലാനും സൻഹിയും ഹാസിയും വിചാരിച്ചത് അവർ ഈ ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന്. വയനാട് ട്രിപ്പൊക്കെ പോകുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് 2 days ബിഫോർ അവർ നമുക്ക് ചെറിയൊരു കേക്ക് മുറിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങള് പറഞ്ഞതിനെ പിന്നെ സർപ്രൈസ് പോയില്ലേ? അല്ല, മറ്റന്നാൾ ഇല്ലാത്തോണ്ട് നേരത്തെ ആക്കി. മറ്റന്നാൾ മംഗളത്തിന് പോകുന്നോണ്ട് ലേറ്റ് ആവും, എന്നിട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇതാക്കാം. ആടെ മറ്റേതെല്ലാം തൂക്കി വെച്ചിന് മറ്റേ പൊട്ടിക്കുന്ന സാധനം വേണം പോലും. ചുപ്പി നിന്റെ കണ്ണ് നിഷാൻ പൊത്തോ, നിഷാന്റെ കണ്ണ് ഞാൻ അതൊരു താഴത്ത്. പിന്നെ എല്ലാവരും പിന്നെ കഴിയുന്നില്ല പറഞ്ഞില്ല, അതൊരു വേഗം കേക്കിട്ട് നിങ്ങൾ മാറ്റി. Thank you for watching my video. See you in another vlog.